ഇതാണ് മക്കളെ കളി, ഇതാവണം കളി. ഇന്ത്യ ഇങ്ങനെ കളിക്കണം. നമ്മളൊക്കെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ച കളിയാണ്. ഇങ്ങനെയാണ് ഇന്ത്യ കളിക്കേണ്ടതെന്ന്. സൗത്ത് ആഫ്രിക്ക തുടങ്ങി വെച്ചത് ഇന്ത്യ അത് നല്ല കൊണ്ടുപോയി പൂർത്തിയാക്കി എന്ന് പറഞ്ഞ പോലെ പോയി. ഈ സൗത്ത് ആഫ്രിക്ക ഇന്ത്യനെ തോപ്പിച്ചത് നന്നായെന്നാണ് എനിക്കിപ്പം തോന്നുന്നത്. കാരണം ഈ സിംബാബ്വേയായിട്ടുള്ള ഇന്നത്തെ കളി എങ്ങനെയാണ് ഇന്ത്യ തോറ്റിട്ടെങ്കിൽ ഇന്ത്യ ഈ ഫൈനൽ കാണാതെ ഇന്ത്യ പുറത്തു പോയനെ, സെമി പോലും കാണാതെ. അപ്പോ ഇങ്ങനത്തെ ഒരു പണി സൗത്ത് ആഫ്രിക്ക 8ന്റെ പണി കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ കളിയിൽ ഇന്ത്യ ഇങ്ങനെ കത്തിക്കയറിയത്. സിംബാബ്വെനെ തല്ലി തകർത്തു എന്ന് തന്നെ പറയാം. ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിന് എന്ത് ചെയ്തോ അതിന്റെ തുടർച്ച തന്നെയായിരുന്നു ഇന്ത്യ സിംബാബ്വെക്കിട്ട് കൊടുത്ത പണി. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാൻ ഇന്ത്യനെ വിട്ടതാണ് ശരിക്കും പറഞ്ഞാൽ സിംബാബ്വെക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയാം. ടീമിലെ റിങ്കു സിംഗിന് വരെ നമ്മുടെ സഞ്ജു സാംസൺ ടീമിലോട്ട് വരികയും ചെയ്തു. ഓപ്പണിംഗിൽ രണ്ടുപേരും ഇറങ്ങിയത് തന്നെ ഒരു ചെറിയൊരു പേടിയോടെ ആണെങ്കിലും സഞ്ജുവിന്റെ ഫസ്റ്റ് ഓവറിലെ രണ്ടാമത്തെ ബോൾ സഞ്ജു 6 അടിച്ചപ്പോ തന്നെ സഞ്ജുവിന്റെ തീരുമാനമായി. കാരണം സഞ്ജു നല്ല ഫോമിലോട്ട് തിരിച്ചു വന്നു. അഭിഷേക് ശർമ്മയെ മെല്ലെ 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 ഫോം കാണിച്ചു തുടങ്ങി. കിടിലം ബാറ്റിംഗ് ആയിരുന്നു. സഞ്ജുവിന് നല്ല ടൈമിംഗ് ഉണ്ടായിരുന്നു. സഞ്ജുവിന്റെ തുടക്കം, ഇന്ത്യയുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു വേണ്ടത്. ഇന്ത്യക്ക് ഈ തുടക്കമാണ് വേണ്ടത്. സഞ്ജു 15 ബോളിൽ 24 റൺസിന് ഔട്ടായി. ഒരു സ്ലോ ബോളിലായിരുന്നു സഞ്ജു ഔട്ടായത്. അത് കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ 6 എന്ന് പൊങ്ങുന്ന കണ്ടപ്പോ 6 എന്ന് വിചാരിച്ചെങ്കിൽ അവിടെ ഉള്ള ഫീൽഡർ സഞ്ജു അത് ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. സഞ്ജുവിന്റെ സ്ലോ ബോളിലെ അവിടെ തന്നെ ഒരു ഫീൽഡ് എല്ലാവരും ഇട്ടിട്ട് അവിടെ പിടിക്കുന്നുണ്ട്. അത് ഇന്ത്യൻ പ്ലേയേഴ്സിനെ എല്ലാവരെയും അതെ. അത് തുടങ്ങി സഞ്ജു ഔട്ടായെങ്കിലും ഇന്ത്യക്ക് അതായിരുന്നു വേണ്ടത്. ഇന്ത്യക്ക് അങ്ങനത്തെ ഒരു തുടക്കമാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ടൂർണമെന്റിൽ 5 മത്സരങ്ങളിൽ 6ാമത്തെ മത്സരമാണ്. ഈ 6ാമത്തെ മത്സരത്തിലും ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് പാർട്ണർഷിപ്പാണിത്. 47 റൺസ് കണ്ടാണ് ഇന്ത്യയുടെ. അത് കിട്ടിയതാണ് ഇന്ത്യ അങ്ങ് പിന്നെ വരുന്നവനൊക്കെ അങ്ങ് തല്ലി 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 കൊല്ലുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ സഞ്ജു 15 ബോളിൽ 24 റൺസ്, 1 4ഉം 2 6ഉം. അഭിഷേക് ശർമ്മ 30 ബോളിൽ 55 റൺസ്, 4 4ഉം 4 6ഉം. നമ്മുടെ ഇഷാൻ 24 ബോളിൽ 38 റണ്ണ്, 4 4ഉം 1 6ഉം. സൂര്യകുമാർ യാദവ് തകർത്ത് കേട്ടോ, 13 ബോളിൽ 33, 3 4ഉം 2 6ഉം. അതിനുശേഷം വന്ന ഹാർദിക് പാണ്ഡ്യ 23 ബോളിൽ 50 റണ്ണ്, 2 4ഉം 4 6ഉം. ഇതെല്ലാം ഓക്കെ. പക്ഷേ തിലക് വർമ്മ 16 ബോളിൽ 44 റണ്ണ്, 3 4ഉം 4 6ഉം. അതാണ് ടീം കളി വന്നത്. പിന്നെ എല്ലാവർക്കും തല്ലാനാണ് അങ്ങ് തോന്നി. തല്ലി തല്ലി കൊന്നു എന്ന് പറയാം സൗത്ത് ആഫ്രിക്കനെ. ഈ കളി ഇന്ത്യ എങ്ങനെയാണെങ്കിലും ജയിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ കളിക്കണം. സൗത്ത് ആഫ്രിക്ക കൊടുത്ത പണി ശരിക്കും ഏറ്റിട്ടുണ്ട്. ഇന്ത്യ കിഡിലനാക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം, ജയിച്ചിട്ട് വരട്ടെ. അടുത്ത കളി ജയിച്ച് സെമി ഫൈനൽ എത്തട്ടെ.